തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ അറിയപ്പെടുന്ന കൊമ്പനായിരുന്നു രാധാകൃഷ്ണൻ. പേരിൽ വളരെ സൗമ്യനാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ നീലഗിരിയെ വിറപ്പിച്ച കൊമ്പനായിരുന്നു രാധാകൃഷ്ണൻ. 10 വർഷത്തിനുള്ളിൽ 12 പേരെ ഇവൻ കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. ഗൂഡല്ലൂർ, ഓവാലി എന്നിടങ്ങളായിരുന്നു ഇവന്റെ വിഹാരകേന്ദ്രം. അത്ര വലിപ്പമുള്ള ആന അല്ലായിരുന്നെങ്കിലും നല്ല നീണ്ട കൊമ്പുകളായിരുന്നു ഇവനുണ്ടായിരുന്നത്. പലപ്പോഴും ജനവാസ് മേഖലയിലും എസ്റ്റേറ്റ് ഭാഗത്തൊക്കെ കറങ്ങി നടക്കുന്ന ഇവനെ തുരത്താൻ വനംവകുപ്പ് പെടാപ്പാടുപെട്ടിരുന്നു. ഇവനെ പേടിച്ച് ജനങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നതോടെയാണ് തമിഴ്നാട് വനംവകുപ്പ് രാധാകൃഷ്ണനെ പിടികൂടാൻ തീരുമാനിച്ചത്. 2025-ൽ 100ഓളം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി തമിഴ്നാട് നടത്തിയ 3 ആഴ്ച നീണ്ടുനിന്ന ദൗത്യത്തിനൊടുവിലാണ് രാധാകൃഷ്ണനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. തുടർന്ന് കുറച്ച് ദിവസത്തെ നിരീക്ഷണത്തിനു ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് അപ്പർ കോതയാർ വനഭാഗത്ത് രാധാകൃഷ്ണനെ തുറന്നുവിട്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ചെരിയുകയായിരുന്നു.